പ്രിയമുള്ളവരെ, താൽക്കാലിക സംതൃപ്തിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത് പരിമിതമായ ജീവിത വീക്ഷണത്തിൻ്റെ ലക്ഷണമാണ്. ഇത് നമുക്ക് മഹത്തായ ലക്ഷ്യങ്ങൾ അപ്രാപ്യമാക്കുന്നു. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ഉപദേശകന്മാരെ വിളിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായി കാലം മനുഷ്യന് നൽകിയ വിജ്ഞാനം സമാഹരിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി തങ്ങൾ ശേഖരിച്ച വിജ്ഞാനം പല പുസ്തകങ്ങളിലാക്കി അവർ രാജാവിനെ സമർപ്പിച്ചു. ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ ആരും താല്പര്യപ്പെടുകയില്ല എന്നും ഈ സമാഹാരം സംക്ഷിപ്ത രൂപത്തിലാക്കണമെന്നും രാജാവ് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം അവർ കാലങ്ങളുടെ വിജ്ഞാന സമ്പത്ത് ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച് രാജാവിന് സമർപ്പിച്ചു. ഇതുകൊണ്ടും തൃപ്തനാകാത്ത രാജാവിന് വേണ്ടി അവർ ഇതൊരു അധ്യായമായി കുറിച്ചു. ഒരു പേജ് പോലും ദൈർഘ്യമേറിയതാണെന്ന് പറഞ്ഞ രാജാവിന് ഉപദേശകന്മാർ അവസാനം ഒരു വാചകം എഴുതി കൊടുത്തു. ആർക്കും സൗജന്യമായി ഒന്നും ലഭിക്കുന്നില്ല. ഇതായിരുന്നു രാജാവിനെ തൃപ്തിപ്പെടുത്തിയ വാചകം. ഇതാണ് അദ്ദേഹം തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ തിരഞ്ഞെടുത്ത വിജ്ഞാനശകലം. അധ്വാനിക്കാതെ നമുക്കൊന്നും നേടാനാകില്ല. പരിശ്രമത്തിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കാതെ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള കുറുക്കുവഴികൾ തേടുന്നവരാണോ നമ്മൾ സ്വയം ചോദിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വചനത്തിലൂടെ ബൈബിൾ വചനം ഇങ്ങനെ പറയുകയാണ്: മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം, സേവേറിയോസ്.